Hello everyone, welcome back to Silent Learning. It's me Jamshad. Today we are going to learn ഇംഗ്ലീഷ് ഫ്ലുവൻസി. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ അതിലുള്ള സിമ്പിൾ ആൻഡ് 5 ടിപ്സ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ ഒരു ടിപ്സ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ഫ്ലുവൻസിയിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ ജസ്റ്റ് ഫോളോ. ഇതുപോലത്തെ ധാരാളം വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ പറയാൻ പോവാണ്. ആ 5 ടിപ്സിലാണ് നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത് പ്രാക്ടീസ് സ്പീക്കിംഗ് റെഗുലർലി. നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിക്കണമെങ്കിൽ സൈക്കിൾ ഓടിക്കണം. അതുപോലെ തന്നെ സ്വിമ്മിങ് പഠിക്കണമെങ്കിൽ വെള്ളത്തിൽ ചാടണം. അതുപോലെ തന്നെ നമ്മുടെ സ്പീക്കിംഗ്, നമ്മുടെ ആ ഒരു ഫ്ലുവൻസി റെഡിയാക്കണമെങ്കിൽ സംസാരിക്കുക തന്നെ വേണം. ഫസ്റ്റ് ഓഫ് ഓൾ ഫൈൻഡിങ് എ ലാംഗ്വേജ് പാർട്ണർ. നമുക്ക് ഏറ്റവും നല്ല ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മുടെ സ്കില്ലിനെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു ഫ്രണ്ടാണ്. അപ്പോൾ നമുക്കൊരു ലാംഗ്വേജ് പാർട്ണറെ കണ്ടെത്തുക. നമുക്ക് ഏറ്റവും നല്ല ഫ്രണ്ടിനെ, ആക്ച്വലി നമുക്ക് കുറച്ചുകൂടി നമ്മളെക്കാളും കുറച്ചുകൂടി ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഉള്ള, നമ്മുടെ നന്നായി സംസാരിക്കാൻ കഴിയുന്ന ഒരു ഫ്രണ്ടിനെ കണ്ടെത്തുക. എന്നിട്ട് അവരോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുക. യൂസിങ് ലാംഗ്വേജ് എക്സ്ചേഞ്ച് ആപ്സ്. ഇന്നത്തെ കാലത്ത് ഇഷ്ടം പോലെ ആപ്പുകൾ നിങ്ങൾക്ക് ജസ്റ്റ് യൂട്യൂബിൽ മോസ്റ്റ് എഫക്റ്റീവ് സ്പീക്കിംഗ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റിംഗ് ആപ്സ് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇഷ്ടം പോലെ ആപ്പുകൾ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ചുമ്മാ ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിലോ ചെക്ക് ചെയ്താൽ ഇഷ്ടം പോലെ ആപ്പുകൾ കിട്ടും. അത് ചിലത് പ്രീമിയം ഉണ്ടായിരിക്കും. പ്രീമിയം എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. ഏതായാലും അങ്ങനത്തെ ആപ്പുകൾ യൂസ് ചെയ്ത് ഫ്രീ ആയിട്ടുള്ള ഇഷ്ടം പോലെ ആപ്പുകൾ ഉണ്ട്. ആ ആപ്പുകൾ യൂസ് ചെയ്തുകൊണ്ടോ നിങ്ങൾക്ക് എന്താക്കാം, ഇതുപോലത്തെ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുള്ള ഒരു പാർട്ണറെ കണ്ടെത്തുക. എന്നിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുക. എസ്പെഷ്യലി നിങ്ങൾക്ക് ഒരു സെയിം ടേസ്റ്റ് ഉള്ള ഒരാൾ, അതായത് നമുക്ക് ഒരു ഫുട്ബോൾ കളിക്കാൻ താല്പര്യം, ഫുട്ബോളിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ താല്പര്യമുള്ള ആള്, അതുപോലെ തന്നെ മറ്റേ പാർട്ണറും അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിരിക്കും. അങ്ങനെ ഒരേ ടേസ്റ്റ് ഉള്ള ആളാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ചെയ്യുക. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. ആൻഡ് ഡെയിലി പ്രാക്ടീസ്. ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഈവൻ ഇഫ് ജസ്റ്റ് ടോക്കിംഗ് ടു യുവർ സെൽഫ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരാളെ കിട്ടിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൽ നെറ്റ് തീർന്നു പോയി, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താക്കിയില്ല, അങ്ങനെ ഒരു ആപ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലോ, ജസ്റ്റ് ലുക്ക് ഇൻ ടു ദ മിറർ. ജസ്റ്റ് മിററിലേക്ക് നോക്കിയിട്ട്, കണ്ണാടിയിലേക്ക് നോക്കിയിട്ട് നിങ്ങൾ എന്താക്കുക, ജസ്റ്റ് ഒരു 5 മിനിറ്റ് എങ്കിലും ദിവസം സംസാരിക്കുക. ഒരു 5 മിനിറ്റ് ഞാൻ പറയുന്നുള്ളൂ, കാരണം ഡെയിലി 5 മിനിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ആകും. ഓക്കെ, അപ്പോ ഈ ഒരു പ്രാക്ടീസ്, ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പാർട്ണറെയോ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, ഡയറക്റ്റ് നിങ്ങളോട് തന്നെ സംസാരിക്കുക. അതാവുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയും. സ്റ്റാർട്ടിങ്ങിലൊക്കെ ഈ ഒരു പോർഷൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം നിങ്ങൾ പാർട്ണറെ കണ്ടെത്തുന്നതായിരിക്കും ബെറ്റർ. സെക്കൻഡ് പോർഷനിലേക്ക് പോയാലോ, നോക്കാം. സെക്കൻഡ് ടിപ്സ്. ഓക്കെ, ഇമ്മേഴ്സ് യുവർ സെൽഫ് ഇൻ ഇംഗ്ലീഷ്. അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കാൻ അത്രയും റെഡി ആയി നിൽക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത്രയും താല്പര്യത്തോടെ നിൽക്കുകയാണെങ്കിൽ, അതിലേക്ക് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലുക. ഹൗ? അതുമായിട്ട് ജീവിതം കെട്ടിവിടുക, അല്ലെങ്കിൽ അതുമായിട്ട് ജീവിതത്തിൽ ഏത് നിമിഷത്തിൽ നമ്മൾ ഇംഗ്ലീഷ് തിങ്ക് ഇൻ ഇംഗ്ലീഷ്, വി ക്യാൻ സേ ദാറ്റ്, നമ്മൾ ഇംഗ്ലീഷ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുക? വാച്ചിങ് മൂവീസ് ആൻഡ് TV ഷോസ് ഇൻ ഇംഗ്ലീഷ്. നമ്മൾ കാണുന്ന മൂവീസ് ഒക്കെ എന്താക്കാം, try to watch the English films കാണാൻ ശ്രമിക്കുക. അതിന്റെ സബ് ടൈറ്റിൽ ഓൺ ആക്കിയിട്ട് ആദ്യം കാണുക, അതിനുശേഷം ഓൺ ആക്കാതെ കാണുക. ഒരേ സീനെ നമുക്ക് ഓൺ ആക്കിയിട്ട് കണ്ടതിന് ശേഷം ഓൺ ആക്കാതെ കാണുന്ന സമയത്ത് നമുക്ക് അതിന്റെ മാറ്റങ്ങൾ, ഫസ്റ്റ് നമ്മൾ പിന്നെ സബ് ടൈറ്റിൽ ഒന്നും ഇല്ലാതെ കാണുന്ന സമയത്ത്, പ്രത്യേകിച്ച് അമേരിക്കൻ ഇംഗ്ലീഷ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. പിന്നീട് അത് എന്താക്കുന്നു, നമ്മൾ സബ് ടൈറ്റിൽ ഇട്ട് കാണുന്നു, പിന്നെ അത് ഓഫ് ആക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. സോ TV ഷോസ് ആണെങ്കിൽ അതൊക്കെ എന്താക്കാം, ഇംഗ്ലീഷ് TV ഷോസ് ഒക്കെ കാണാൻ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ പോഡ്കാസ്റ്റുകൾ, ഇംഗ്ലീഷ് പോഡ്കാസ്റ്റുകൾ നമ്മൾ എന്താക്കുക, മ്യൂസിക് അതിന്റെ ലിറിക്സ് ഒക്കെ ചിലപ്പോൾ നമുക്ക് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതിനേക്കാൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആണ് പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. ഈവൻ ഫിലിമിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിരിക്കും പോഡ്കാസ്റ്റുകൾ എന്നുള്ളത്. കാരണം ന്യൂസിനേക്കാളും കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആയിരിക്കും പോഡ്കാസ്റ്റുകൾ. പറഞ്ഞാൽ ഒരു സ്പെസിഫിക് സബ്ജക്ട് ഓറിയന്റഡ് ആയിരിക്കും ഈ പോഡ്കാസ്റ്റുകൾ ഉണ്ടാവുക. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി, അല്ലെങ്കിൽ അതിന് തന്നെ ആപ്പുകളുണ്ട്, ഗൂഗിളിന്റെ പോഡ്കാസ്റ്റ് ഉണ്ട്. അതിലൊക്കെ നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് പോഡ്കാസ്റ്റ് അടിച്ചു നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പോഡ്കാസ്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അത് എന്താക്കുക, ലിസൺ ചെയ്യുക. നിങ്ങൾ കാറിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ബസ്സിൽ പോകുമ്പോഴൊക്കെ ഈ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്നത് വളരെ വളരെ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സെറ്റ് ആക്കാം. ഇനി മറ്റൊരു കാര്യം, വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യാനുള്ള മറ്റൊരു കാര്യമാണ് റീഡ് ബുക്സ് ഓർ ആർട്ടിക്കിൾസ് ഇൻ ഇംഗ്ലീഷ്. ഇതാണ് മക്കളെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പോഡ്കാസ്റ്റ് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതിനേക്കാൾ നമുക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു സംഭവം റീഡിങ് ബുക്സ് ആണ്. ഓക്കെ, അത് എങ്ങനത്തെ ബുക്സും ആയിക്കോട്ടെ, നിങ്ങൾക്ക് താല്പര്യം ചിലപ്പോൾ നോവൽസ് ആയിരിക്കും, അങ്ങനെയാണെങ്കിൽ അത്, അല്ലെങ്കിൽ ആർട്ടിക്കിൾസ് ആയിരിക്കും. നിങ്ങൾക്ക് ഏത് മേഖലയാണോ താല്പര്യം, ചിലപ്പോൾ മാഗസിൻസ് വായിച്ചാൽ വരെ എന്തായിരിക്കും, അത് ഇമ്പ്രൂവ്മെന്റ് കിട്ടും. അപ്പൊ നിങ്ങൾ ബുക്കുകൾ വായിക്കുക, ആർട്ടിക്കിൾസ് വായിക്കുക. ടു എൻഹാൻസ് വൊക്കാബുലറി ആൻഡ് കോംപ്രഹെൻഷൻ. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്ന, മീൻസ് ഓരോ കാര്യവും മനസ്സിലാക്കാനുള്ള ഒരു സ്കിൽ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് നേടിത്തരും. അതുപോലെ
തന്നെ ധാരാളം വൊക്കാബ്സ് നമുക്ക് എന്താക്കിയും നേടിത്തരുന്ന ഒരു സംഭവമാണ് ഈ ഒരു ബുക്ക് റീഡിംഗ് എന്ന് പറയുന്നത്. സോ ഇത് സെറ്റാക്കാം. നമ്മുടെ ജീവിതം തന്നെ ഇംഗ്ലീഷിലേക്ക് അങ്ങോട്ട് മാറ്റാൻ പോവുകയാണ്. സെക്കൻഡ് ടിപ്സ് കഴിഞ്ഞു, ഇനി തേർഡ് ടിപ്സ്. ഇനി ആകെ 3 ടിപ്സ് കൂടി മാത്രമേ ഉള്ളൂ. എക്സ്പാൻഡ് യുവർ വൊക്കാബുലറി. ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു വൊക്കാബുലറി ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് പറയാൻ പറ്റും. വൊക്കാബുലറി എക്സ്പാൻഡ് ചെയ്യാനുള്ള മറ്റു മെത്തേഡുകൾ. കീപ്പിംഗ് എ വൊക്കാബുലറി ജേർണൽ. നമ്മളിപ്പോ ഒരു ബുക്ക് വായിച്ചു, ഓക്കെ, അല്ലെങ്കിൽ ഒരു മാഗസിൻ വായിച്ചു. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂ വേർഡ്സ്, ഓക്കെ, അല്ലെങ്കിൽ ന്യൂ ഫ്രേസസ്, അത് നിങ്ങൾ എന്താക്കുക, നോട്ട്ബുക്കിലേക്ക് അല്ലെങ്കിൽ അതിനൊരു ജേർണൽ തയ്യാറാക്കുക. എന്നിട്ട് കീപ് നോട്ട്സ് പോലെ, ഞാൻ ഉപയോഗിക്കുന്നത് ഒരു കീപ് നോട്ട്സ് ആണ്. നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ഇവൻ ഡയറി പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ്. അതിൽ തന്നെ കാറ്റഗറൈസ് ചെയ്ത് വെക്കാം. ധാരാളം നോട്ട്സ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു നോട്ട്സ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂ വേർഡ്സുകൾ, ന്യൂ ഫ്രേസസ്, അതിന്റെ ഈവൻ സിറ്റുവേഷൻ അടക്കിയിട്ട് എന്താക്കുക, അത് എഴുതി വെക്കുക. അതാണ് ലേണിംഗ് ഫ്രേസസ് ആൻഡ് കളക്ഷൻസ് ഇൻസ്റ്റെഡ് ഓഫ് ഐസൊലേറ്റഡ് വേർഡ്സ്. ഒരു വേർഡ് എഴുതി അതിന്റെ മീനിങ് നമ്മൾ ചെറുപ്പത്തിലൊക്കെ അല്ലെങ്കിൽ നമ്മളൊക്കെ നമ്മളെ നോട്ട്ബുക്സിനൊക്കെ ബാക്കിൽ നമുക്ക് ടഫ് വേർഡ്സ് എഴുതിയിട്ട് അതിന്റെ മീനിങ് എഴുതും. അത് നമ്മുടെ ബ്രെയിനിലേക്ക് അത് ക്യാച്ച് ചെയ്യാൻ ടൈം എടുക്കും. അതിന്റെ എക്സാമ്പിൾസ് വിത്ത് എക്സാമ്പിൾസ് എന്താക്കാം നമ്മൾ എഴുതി വെക്കാം. അത് നോട്ട്ബുക്കിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ റഫുക്കെ സ്റ്റിക്ക് നോട്ട്സിൽ എഴുതി വെക്കാം, അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ നമുക്ക് ഇന്നത്തെ കാലത്ത് പറയുന്ന സമയത്ത് കീപ് നോട്ട്സ് പോലുള്ള ആപ്പുകളിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, എഴുതി വെക്കാൻ പറ്റും. നിങ്ങളുടേതായിട്ടുള്ള ഒരു എക്സാമ്പിൾസ് നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞ ഒരു ഇഡിയം ഉണ്ട്. അതായത് വളരെ റയർ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നിങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കുന്ന സമയത്ത് you never gonna forget that word. Okay, again. Okay, നിങ്ങൾ അത് വേർഡ് മറക്കില്ല. സോ ഇത്രയും പറഞ്ഞിട്ടുള്ള ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുത്. ഇനി ബാക്കി 2 ടിപ്സ് കൂടെ ഉള്ളൂ. ഈ ടിപ്സും കൂടി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ definitely the fluency will come to your language. Okay, നോക്കി. Next one, fourth one, focus on listening skill. ലിസണിങ് ഉണ്ടെങ്കിലേ നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, സ്പീക്കിങ്ങിലേക്ക് പോകാൻ പറ്റുള്ളൂ. ലിസണിങ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. ലിസണിങ്ങിന്റെ പല സെക്ഷനുകളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പോഡ്കാസ്റ്റ് പറഞ്ഞു, അതുപോലെ തന്നെ വാച്ചിങ് ഫിലിംസ് പറഞ്ഞു, അതിലൊരു ലിസണിങ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ആക്റ്റീവ് ലിസണിങ് എക്സസൈസ്. അതായത് സമ്മറൈസിങ് വാട്ട് യു ഹിയർ. അതായത് നിങ്ങളിപ്പോ പോഡ്കാസ്റ്റ് കേട്ടു, ഓക്കെ, പോഡ്കാസ്റ്റ് കേട്ടു, ഒരു 10 മിനിറ്റിൽ അല്ലെങ്കിൽ 15 മിനിറ്റിൽ പോഡ്കാസ്റ്റ് കേട്ടിട്ട് നിങ്ങൾ ഒരു പേപ്പർ എടുക്കുന്നു. ആ പേപ്പറിൽ നിങ്ങൾ എന്താണോ കേട്ടത്, വാട്ട് എവർ യു കൻ അണ്ടർസ്റ്റാൻഡ്, അത് എന്താക്കുക, നിങ്ങൾ എഴുതി വെക്കുക. അങ്ങനെ ഒരു തോട്ടോട് കൂടിയിട്ട് നിങ്ങൾ ആ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി മനസ്സിലാക്കണം. കോംപ്രിഹെൻഷൻ ലെവലിലേക്ക് നിങ്ങൾ എന്താക്കും, കേൾക്കാൻ ശ്രമിക്കും. അപ്പോൾ അത് വല്ലാതെ എഫക്റ്റീവ് ആയിരിക്കും. എനിക്ക് ഈ ഒരു 15 മിനിറ്റുള്ള വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കണ്ടിട്ട് അതിന്റെ സമ്മറി എനിക്ക് എഴുതിയെടുക്കണം എന്നുള്ള ആ ഒരു മെന്റാലിറ്റിയോട് കൂടി നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തായിരിക്കും, ആ കേൾക്കുന്ന ആ ശ്രദ്ധ കുറച്ചുകൂടി നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. നെക്സ്റ്റ് വൺ, എക്സ്പോഷർ ടു ഡിഫറെന്റ് ആക്സെന്റ് ആൻഡ് സ്പീക്കിംഗ് സ്റ്റൈൽ. ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. നിങ്ങൾ ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ആക്സെന്റ് ലവ് ചെയ്യാൻ തുടങ്ങും. ആക്ച്വലി എനിക്കിഷ്ടം നമ്മുടെ അമേരിക്കൻ ഇംഗ്ലീഷ് ആണ്. അമേരിക്കൻ ഇംഗ്ലീഷ് വി വുഡ് സേ, ആ ഒരു മോഡുലേഷൻ. ഓക്കെ, ആ ഒരു നിങ്ങൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നന്നായിരിക്കും. കാരണം നമ്മൾ ഇന്ത്യക്കാരാണ്. ഇന്ത്യൻ ആക്സെന്റ് എന്ന് പറഞ്ഞാൽ വേറൊരു ആക്സെന്റ് ഉണ്ട്. പക്ഷേ നമ്മൾ ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. ഇന്ത്യക്കാർ പൊതുവെ ഫോളോ ചെയ്യുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷ് കുറച്ചുകൂടി അടിപൊളിയാണ്. അതുപോലെ തന്നെ അമേരിക്കൻ ഇംഗ്ലീഷ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഓരോരുത്തർക്കും ഓരോ താല്പര്യങ്ങളായിരിക്കും. അപ്പൊ അമേരിക്കൻ ഇംഗ്ലീഷ് ഉണ്ട്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ആപ്റ്റ് ആയി തോന്നുന്നത്, അല്ലെങ്കിൽ ഈ ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് വരെ ഉണ്ട്, അത് കുറച്ചുകൂടി കോംപ്ലക്സ് ആണ്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആക്സെന്റ് താല്പര്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആക്സെന്റുകളൊക്കെ ശ്രദ്ധിക്കാൻ, വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആക്സെന്റുകളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങുക. ഓക്കെ, എന്തൊക്കെയാണ് മാറ്റം. ഇവൺ സ്പെല്ലിംഗിൽ വരെ ഈ അമേരിക്കൻ ഇംഗ്ലീഷ് കളറിന്റെ സ്പെല്ലിംഗ് നോക്കി നോക്കൂ. കളർ ഇതാ. ഓക്കെ, കളർ നമുക്ക് എന്താക്കാം, ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതാ, കളറിനും എഴുതാൻ പറ്റും. കളർ. ഓക്കെ, സെയിം സ്പെല്ലിംഗ് ആണ്, അല്ല സെയിം മീനിങ് ആണ്, സെയിം പ്രൊനൗൺസിയേഷൻ ആണ്, ബട്ട് ഡിഫറെന്റ് സ്പെല്ലിംഗ്. അങ്ങനെയുള്ള സാധനങ്ങൾ. ഓക്കെ, അങ്ങനെ 2 ആക്സെന്റിൽ വരുന്ന സാധനങ്ങളാണ് ബിസ്ക്കറ്റ്, കുക്കീസ്. ഒരു അമേരിക്കൻ ഇംഗ്ലീഷ് വേറെയാണ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് വേറെയാണ്. ഒന്നിന് ബിസ്ക്കറ്റ് എന്ന് പറയും, മറ്റൊരു സ്ഥലത്ത് കുക്കീസ് എന്ന് പറയും. അങ്ങനെയുള്ള സാധനങ്ങൾ ജസ്റ്റ് കൂടി എന്താക്കുക, ഫോക്കസ് ചെയ്യാൻ തുടങ്ങുക. അല്ലെങ്കിൽ അത് കുറച്ചുകൂടി നിങ്ങൾ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾ എന്തായിരിക്കും, ഇതിനോട് കുറച്ചുകൂടി ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഇവൺ നമുക്കൊരു ആക്സെന്റ് കേട്ടോ, ഇറ്റ്സ് എ ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, ഓക്കെ, ഇറ്റ്സ് അമേരിക്കൻ ഇംഗ്ലീഷ് എന്ന് പറയാൻ പറ്റണം. ഓക്കെ, ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എന്താക്കുക, ലിസണിംഗ് സ്കില്ല് കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുക. സെറ്റ് വൺ, ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ, സെറ്റ് റിയലിസ്റ്റിക് ഗോൾസ്. നിങ്ങൾ ഗോൾസ് സെറ്റ് ചെയ്യണം. സിമ്പിൾ ഗോൾസ്. സെറ്റ് അച്ചീവബിൾ സ്പെസിഫിക് ഗോൾസ്. ഓക്കെ, ഞാൻ ഇന്ന് 5 വേർഡ് പഠിച്ചിരിക്കും. ഓക്കെ, ലേൺ 5 ന്യൂ വേർഡ്സ് ഡെയിലി. ഇന്നില്ല, ഡെയിലി 5 വേർഡ് ഞാൻ പഠിച്ചിരിക്കും. അല്ലെങ്കിൽ ആ 5 വേർഡ് എങ്ങനെ പഠിക്കും,
ആ 5 വേർഡ് വേണ്ട, നിങ്ങൾക്ക് 5 വേർഡൊക്കെ മീൻസ് ഒരു എക്സാമ്പിൾ കൊടുത്താണ്. നിങ്ങൾക്ക് 5 വേണ്ട, ഒരു 2 വേർഡ് മതിടാ, 2 വേർഡ് മതി. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം 2 വേർഡ് ചെറുതാക്കി തന്നത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു ദിവസം 2 സാറേ ഞങ്ങൾ 2 ഒന്നല്ല 10 വേർഡ് 10 വേർഡൊക്കെ പഠിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് അതൊരു ആയതുപോലെ ഇരിക്കും. അതുകൊണ്ട് 2 or 3 ചെറിയ നമ്പറിൽ തുടങ്ങുക. അങ്ങനെ വേർഡുകൾ, ഫ്രേസുകൾ, ഇതൊരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ഒരു സെന്റൻസ് പറയും. I'll speak one sentence in front of my friend. അതൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ ചെറിയ ഗോൾസ്, ഓക്കെ, അച്ചീവബിൾ ഗോൾസ് ആണ്. ഞാൻ നാളെ ഒരു എന്താക്കും, വലിയൊരു ഗാലറിന്റെ മുന്നിൽ വലിയൊരു പ്രസംഗം അവതരിപ്പിക്കും. അങ്ങനത്തെ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് കഴിയില്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് we can do that. Yes, we can do that. Okay. Next one, stress the importance of celebrating small milestones to stay motivated. നമ്മൾ ചെറിയ നമ്മളിപ്പോ 2 വേർഡ് പഠിക്കും. അത് 2 വേർഡൊക്കെ പഠിച്ച വലിയ സംഭവമാണോ? അല്ല. പക്ഷേ നമ്മൾ ആ ചെറിയ സംഭവത്തിൽ, ചെറിയ അച്ചീവ്മെന്റ്സിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങണം. വാട്ട് എവർ വി ആർ അച്ചീവിംഗ്, വി ഹാവ് ടു സെലിബ്രേറ്റ് ദാറ്റ് അച്ചീവ്മെന്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും, ഈസി ആയിട്ട് നമ്മുടെ ഈ ഒരു ഫ്ലുവൻസി വർദ്ധിപ്പിക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവരോടും മറ്റൊരു കാര്യമാണ്, പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ഇത്രയും പ്ലാനിങ് മാത്രം പോരാ, ഈ പ്ലാനിങ് വർക്ക്ഔട്ട് ചെയ്യുക. ആ ലിസണിങ് സ്കില്ലാണ് മെയിൻ ആയിട്ട്. നമുക്ക് പിന്നെ സംസാരിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ടല്ലോ, അവർ ആക്ച്വലി സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ്? അവർ കേൾക്കാത്തത് കൊണ്ടാണ്. Lack of hearing, the exact problem of speaking is lack of hearing. കേൾക്കാത്തത് കൊണ്ടാണ് അവർ സംസാരിക്കാത്തത്. അതുപോലെ തന്നെ നന്നായിട്ട് കേട്ട് കഴിഞ്ഞാൽ കൂടുതൽ സംസാരിക്കാൻ കഴിയും. അപ്പൊ നന്നായിട്ട് ഇംഗ്ലീഷ് കേൾക്കുക, നന്നായിട്ട് സംസാരിക്കുക. ഏതായാലും എല്ലാവരും അടിപൊളിയായിട്ട് ഇംഗ്ലീഷ് ഒക്കെ സംസാരിക്കുക, ഫ്ലുവൻസി വരുത്തുക. എന്നിട്ട് അതിന്റെ റിസൾട്ട് ഒക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണോ ഫീൽ ചെയ്തുള്ളത് അത് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഡെഫിനറ്റ്ലി അത് അറിയാൻ എനിക്ക് ഭയങ്കര താല്പര്യമുണ്ട്. എന്താണെങ്കിലും whatever it is, just comment below. ആൻഡ് മാത്രമല്ല, നിങ്ങളുടെ ഇതുപോലെ നിങ്ങളെപ്പോലെ ആഗ്രഹമുള്ള ധാരാളം ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ആ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉപകാരപ്പെട്ടെ സെറ്റ് ആവട്ടെ. Thank you. Let's see another video with another content. Until then, it's a bye. Thank you.